തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണക്കിരീട വിവാദത്തിൽ പ്രതികരിച്ച് നടനും ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി തന്റെ ത്രാണിക്കനുസരിച്ചാണ് ലൂർദ് മാതാവിന് കിരീടം നൽകിയത്. തന്നേക്കാൾ അധികം നൽകുന്ന വിശ്വാസികൾ ഉണ്ടാകാം. കിരീടം സമർപ്പിച്ചത് തന്റെ ആചാരമാണ്. മാതാവ് അത് സ്വീകരിക്കുമെന്നും വിശ്വാസികൾക്ക് പ്രശ്നമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതെന്റെ ഹൃദയ നേർച്ചയാണ്, എൻ്റെ കുടുംബത്തിന്റെ നേർച്ചയാണ്. എൻ്റെ ത്രാണിക്കനുസരിച്ച് ഞാനത് ചെയ്തിട്ടുണ്ട്, ഏതൊരു വിശ്വാസിയും ചെയ്യുന്നത് പോലെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ലൂർദ് മാതാവിന് 10 ലക്ഷം രൂപയുടെ സ്വർണം നേർച്ചയായി നൽകുമെന്ന് നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപി പറഞ്ഞു. ലൂർദ് മാതാവിന്റെ പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടം സ്വർണ്ണമല്ലെന്ന് വ്യാപകമായ പ്രചരണം നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതികരണവുമായി അദ്ദേഹം രംഗത്തെത്തിയത്. തന്റെ കുടുംബത്തിന്റെ നേർച്ചയായിരുന്നു കിരീടമെന്നും അത് ഓഡിറ്റ് നടത്താൻ മറ്റ് പാർട്ടികൾക്ക് എന്ത് അധികാരമാണുള്ളതെന്നും സുരേഷ് ഗോപി ചോദിച്ചു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം 10 ലക്ഷം രൂപയുടെ കിരീടം മാതാവിന് സമർപ്പിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതിലൊരു വൈരക്കൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മകളുടെ വിവാഹത്തിന് മുന്നോടിയായാണ് സുരേഷ് ഗോപി കുടുംബസമേതം പള്ളിയിലെത്തി സ്വർണ്ണ കിരീടം സമർപ്പിച്ചത്. മകളുടെ വിവാഹത്തിന് മുൻപായി ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുമെന്ന് നേർച്ചയുണ്ടായിരുന്നതായി അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്നലെ കേരള എക്സ്പ്രസിൽ തൃശൂരിൽ വന്നിറങ്ങിയ സുരേഷ് ഗോപിക്ക് വൻ വരവേൽപ്പാണ് NDA നേതാക്കൾ നൽകിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നവരുമായി സംസാരിച്ചും സെൽഫിക്ക് പോസ്റ്റ് ചെയ്തും വോട്ട് അഭ്യർത്ഥിച്ചും പുറത്തിറങ്ങിയ ശേഷം 100-ലേറെ ബൈക്കുകളുടെ അകമ്പടിയോടെ മണികണ്ഠനാലിലേക്ക് ബി.ജെ.പി., BDJS എന്നിവരുടെയും NDAയിലെ മറ്റ് ഘടകകക്ഷികളുടെയും നേതാക്കൾ നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിടാൻ തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് ആവേശ വരവേൽപ്പ് നൽകി. ഇതോടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായി. LDF സ്ഥാനാർത്ഥിയായി VS സുനിൽകുമാർ നേരത്തെ തന്നെ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. ഇനി UDF സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം കൂടി വന്നാൽ തീപാറും പോരാട്ടത്തിന് വേദിയാകും തൃശൂർ. സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി ഇതാ ഈ പള്ളിത്താരങ്ങളെ ധന്യമാക്കിക്കൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. പ്രിയമുള്ളവരെ, ജനാധിപത്യ വിശ്വാസികളെ, ലോകാരാധ്യ